ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹരമുള്ളത് 3 കാര്യമാ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് 3 കാര്യമാ. അതിൽ ഒന്നാമത്തെ എന്തെന്നറിയോ? അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ മുഖത്തേക്ക്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്. റൂഹി ഫിദാലക സയ്യിദൽ അബ്റാരി നഫ്സി ഫിദാക ഖായിദൽ അൻസാരി. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കൽ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കൽ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹരമാണ് നബിയേ. സൗന്ദര്യം അവിടെയല്ലേ ചെറുപ്പക്കാരാ? പേഴ്സിന്റെ അകത്തിരിക്കുന്ന മഫ്തയിട്ട് +2 പഠിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കി നേരം പുലരുന്നത് വരെ ഒരുപാട് മോഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയ കാമുകന്മാരെ, വീട്ടിൽ കിടക്കുന്നതിന്റെ മുകളിൽ സാനിയ മിർസ, അരികിൽ ഐശ്വര്യ റായി, കട്ടിലിന്റെ പുറത്ത് നയൻതാര, ഇവരുടെയൊക്കെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ച് കണ്ട് ആനന്ദിക്കുന്ന മോനെ, മദീനയുടെ മണവാളനെ നീ കണ്ടോ? പിന്നെ ലോകത്ത് അതിനപ്പുറം ഒരു സൗന്ദര്യം ഇല്ല മോനെ. പ്രിയപ്പെട്ട കാമുകിമാര്, +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അതിരാവിലെ ഉടുത്തൊരുങ്ങിയിട്ട് സ്കൂളിലേക്ക് കോളേജിലേക്ക് പോയി ഉമ്മയോട് ടാറ്റ പറഞ്ഞ് മമ്മിക്ക് മുത്തം കൊടുത്തു, ഡാഡിക്ക് ടാറ്റ കൊടുത്ത്. അതാണല്ലോ പുതിയ സംസ്കാരം. സലാം മറന്നുപോയ മക്കളുടെ സംസ്കാരം അതാണ്. പോട്ടെ, ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ ക്യാമ്പസിന്റെ അകത്തേക്ക് പോകുന്ന പെൺകുട്ടികൾ അതേ സ്റ്റാൻഡിലെത്തുമ്പോ തന്നെ വരുന്നു മണവാള്. തന്റെ കാമുകൻ പൾസറിൽ വരുന്നു, അവൻ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു, ആളറിയുന്നില്ല. കൊണ്ടുവരുന്ന ഹെൽമെറ്റ് തന്റെ കാമുകി കൊടുക്കുന്നു, അവളും തലയിൽ വെക്കുന്നു. പിന്നെ പോകുന്നത് എവിടെയാ? പടം കാണാനും ഐസ്ക്രീം പാർലറിലും. എന്റെ പ്രിയപ്പെട്ടവരെ, മ്യൂസിയവുമെല്ലാം കറങ്ങി നടന്ന് ഒരുപാട് സമയം കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ പഠനം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന പോലെ മടങ്ങി വരുന്ന പെണ്ണേ, അതാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് കരുതിപ്പോയെങ്കിൽ അതൊന്നും സൗന്ദര്യമല്ല. യഥാർത്ഥ സൗന്ദര്യമേതെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ റൂമിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നാൽ ഇരുട്ടാണെങ്കിൽ നിലത്ത് വീണുപോയ സൂചിയുണ്ടല്ലോ, ആ സൂചി അവിടെ എടുക്കാൻ റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ പ്രകാശം കൊണ്ട് എനിക്ക് കഴിയുമായിരുന്നു. ഇതാണ് റസൂലുള്ളാഹിയുടെ സൗന്ദര്യം. പ്രിയപ്പെട്ടവരെ, മദീന പോലും അങ്ങനെയാണ്. ഒരു കാലഘട്ടത്തിൽ മദീനയുടെ റൗള പൊളിക്കാൻ വേണ്ടി കടന്നു വന്നല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കളിൽപ്പെട്ട ഒരു വിഭാഗം. അള്ളാന്റെ ഹബീബ് കിടന്നിറങ്ങുന്ന മദീന, ആ പരിശുദ്ധ മദീനയുടെ മണവാളന്റെ ശരീരമുണ്ടല്ലോ, ആ റൗള ശരീഫിന്റെ അടിയിൽ നിന്ന് തുരന്നു കൊണ്ടുപോകാൻ കിലോമീറ്ററുകളോളം ഭൂമി തുരന്നുകൊണ്ട് സഞ്ചരിച്ചുവത്രേ. മദീനത്ത് പോകുമ്പോൾ ആ സംഭവം രേഖപ്പെടുത്തിയ കിതാബ് ആ മദീനയുടെ ലൈബ്രറിയിൽ നിന്ന് ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, കാശ് കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് വായിക്കാം. അങ്ങനെ റസൂലുള്ളാഹിയുടെ റൗള പൊളിക്കാമെന്നവർ വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിച്ചാൽ ഇന്നത്തെ ദിവസം നേരം പുലരുന്നതുവരെ പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ ആഴത്തിന്റെ പേരിൽ അത് മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയേണ്ടി വരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ താഴ്ഭാഗം തുരന്ന് അതിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് അവര് ഭയന്നു പോകുന്ന തരത്തില് വല്ലാത്ത പ്രകാശം തന്നെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി എന്തുകൊണ്ട് നിനക്ക് വേണ്ട പെണ്ണ്? ഈ റസൂലുള്ളാഹിനെ മറന്നുപോയതുണ്ട്, ഈ ഹബീബിനെ മറന്നുപോയതുണ്ട്. കാമുകന്മാരെ കുറിച്ച് വിദേശ രാജ്യത്ത് ഭർത്താവ് കഴിയുമ്പോ ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മൊബൈലിന്റെ മിസ്കോളിലൂടെ മെസ്സേജിലൂടെ നേടിയെടുത്ത 100 കണക്കിന് കാമുകന്മാരോടൊത്ത് സന്തോഷിക്കുന്ന പെണ്ണേ, എന്തേ അല്ലാഹുവിന്റെ റസൂലിനെ നീ മറന്നുപോയി?
പോയി. എത്ര സമയമാണ് ചെറുപ്പക്കാരാ ഞാനും നിങ്ങളും വെറുതെ പാഴാക്കുന്നത്? വാഹനം ഓടിക്കുമ്പോഴും വെറുതെയല്ലേ, വീട്ടിലിരിക്കുമ്പോഴും വെറുതെയല്ലേ? ആ മദീനയുടെ മണവാളന്റെ റൗദയിലേക്ക് സ്വലാത്ത് അയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ മോനെ? തങ്ങളുടെ ഇഷ്ടത്തോടെ പറഞ്ഞതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയേ, അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ് എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ ഹരം.